ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഓവനോ ബീറ്ററോ ഒന്നുമില്ലാണ്ട് നമ്മുടെ മിക്സി വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതുപോലെ നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പം നമ്മൾ ഓവനിലല്ല ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഞാൻ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഇതുപോലെ സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ചോക്ലേറ്റ് മിൽക്ക് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അപ്പക്കാരം ബേക്കിംഗ് സോഡയും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഏകദേശം ഒരു 3 പ്രാവശ്യം, ഒരു 2-3 തവണ ഇത് അരിച്ചെടുക്കുക. അപ്പോഴേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലോട്ടേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ട ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാട് ഉപയോഗിക്കാൻ പാടില്ല. അത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം മുട്ട ഉണ്ടാവേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് എടുക്കുക. ഇനി ഇതിലോട്ടേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടുതൽ മധുരം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതാണ്. അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഒരിക്കലും വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. ഇനി ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് അടിച്ചു കൊണ്ടുവരിക. പാലും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളാണ്. അതിലിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ നേരത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാന്നാണ് പറയുക. അതായത് ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. ഇതേപോലെ വേണം ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ആ ഒരു ഫ്ലഫിനെസ് എല്ലാം അവിടെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി സുർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു മൗൾഡ് എടുത്തിട്ടുണ്ട്. ഇതൊരു ടിഫിൻ ബോക്സ് ആണ്. അതിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഒന്ന് മൈദ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് വിട്ട് എടുത്തതാണത്. എന്നിട്ട് അതിലോട്ടേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. അതിലുള്ള എയർ ബബിൾസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ചൂടുണ്ടാവും. ഇനി അതിലോട്ടേക്ക് നമ്മുടെ ഈ മൗൾഡ് ഇറക്കി വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 25-30 മിനിറ്റോളം നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ടിപ്പം നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അതിലോട്ടേക്ക് വേണ്ട മിൽക്കാണ് തയ്യാറാക്കുന്നത്. അപ്പം ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഒരു ഇളം ചൂടുള്ള പാലാണ്. അതിൽ കുറച്ച് ചോക്ലേറ്റും 1 ടീസ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമ്മളെ കേക്കിൽ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് ഓട്ട വെച്ച് കൊടുക്കണേ, ഒരു ഈർക്കിൽ വെച്ചിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ നേരത്തെ ആ പാലിൻ്റെ മിക്സർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാലിൻ്റെ മിക്സർ ഇളം ചൂടുണ്ടായിരുന്നു. അതൊന്ന് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. കേക്കും അതുപോലെ കുറച്ചൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മളെ കേക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല സ്വീറ്റ് ആയിട്ടുള്ള, നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു ഐറ്റമാണ്. ഒരു അരമണിക്കൂറല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുകയും ചെയ്യും. പിന്നെ ഞാനിതിൽ ക്രീമോ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. വൈകുന്നേരം നമുക്ക് ചായ കൂട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്നാക്കായിട്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇതൊന്ന് റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഞങ്ങളെ കമൻ്റായിട്ടൊന്ന് അറിയിക്കുക കേട്ടോ. അപ്പം ഞങ്ങളെ കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം.